ഗം ഗണപതയേ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമസ്കാരം. കാർത്തിക മാസത്തിൽ അഥവാ ദാമോദര മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് രാമ ഏകാദശി അഥവാ രമ ഏകാദശി. എല്ലാ ഏകാദശികളും ഭഗവാൻ വിഷ്ണുവിന് വളരെയധികം പ്രിയപ്പെട്ടതാണ്. കാർത്തിക മാസത്തിൽ വരുന്ന വിശേഷ ദിവസങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യമേറും. കാരണം കാർത്തിക മാസത്തിൽ നമ്മൾ ചെയ്യുന്ന പൂജകൾക്കും വ്രതങ്ങൾക്കും 100 വർഷം പൂജയും വ്രതങ്ങളും നോറ്റ ഫലമാണ് ഉണ്ടാവുക. രമ എന്നാൽ ആകർഷിക്കുന്നത്, എല്ലാ നന്മകളെയും സൗന്ദര്യത്തെയും സൗഭാഗ്യങ്ങളെയും ആകർഷിക്കുന്നത് എന്നർത്ഥം വരുന്നു. രമ എന്നത് ലക്ഷ്മി ഭഗവതിയുടെ മറ്റൊരു നാമമാണ്. പാപാങ്കുശ ഏകാദശി പോലെ സർവ പാപങ്ങളെയും, അതായത് നമുക്കുണ്ടായിട്ടുള്ള ജന്മങ്ങളിൽ നാം അറിയാതെയോ അറിഞ്ഞോ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്തു പോയ പാപങ്ങൾ ഇല്ലാതെയാക്കാൻ, അവയുടെ ദോഷങ്ങളെ നീക്കി പാപവിമുക്തി നേടാൻ സഹായിക്കുന്ന വ്രതമാണ് രമ ഏകാദശി വ്രതം. സർവപാപ വിമോചനം എന്നാണ് രമ ഏകാദശിയെ ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എല്ലാ ഏകാദശികളുടെയും പ്രാധാന്യം ശ്രീകൃഷ്ണ ഭഗവാനാണ് യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് എല്ലാ ഏകാദശികളുടെയും മാഹാത്മ്യം നമുക്കും മനസ്സിലാക്കാൻ സാധിച്ചത്. കഥ ഇങ്ങനെയാണ്. വളരെ പണ്ട് മുച്ചുകുന്ദ് എന്നു പേരായ ഒരു രാജാവ് രാജ്യം ഭരിച്ചിരുന്നു. അദ്ദേഹം വളരെ നല്ലവനും ഒരു തികഞ്ഞ വിഷ്ണുഭക്തനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണവും ഭക്തിയും കൊണ്ടുതന്നെ എല്ലാവരും അദ്ദേഹത്തിന് സുഹൃത്തുക്കളായിരുന്നു. ദേവന്മാരും ഋഷികളും എല്ലാം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹത്തിന് ചന്ദ്രഭാഗ എന്നു പേരുള്ള സുന്ദരിയും സത്സ്വഭാവിയുമായ ഒരു മകളുണ്ടായിരുന്നു. പിതാവിനെ പോലെ തന്നെ ചന്ദ്രഭാഗയും തികഞ്ഞ വിഷ്ണുഭക്തിയായിരുന്നു. മുചുകുന്ദ് എല്ലാ ഏകാദശി വ്രതങ്ങളും വളരെ ഭക്തിയോടെ അനുഷ്ഠിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആജ്ഞയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ള എല്ലാവരും, അതായത് എല്ലാ ജീവജാലങ്ങളും ഏകാദശി വ്രതം അനുഷ്ഠിച്ചു പോന്നിരുന്നു. അത് അദ്ദേഹത്തിന് വളരെ നിർബന്ധമായിരുന്നു. അങ്ങനെയിരിക്കെ മുചുകുന്ദ് തൻ്റെ മകൾ ചന്ദ്രഭാഗയെ ശോഭൻ എന്നു പേരുള്ള ഒരു രാജകുമാരന് വിവാഹം ചെയ്തു കൊടുക്കുന്നു. ശോഭൻ എന്ന രാജകുമാരൻ ഒട്ടും ആരോഗ്യമില്ലാത്തവനും മനോബലം ഇല്ലാത്തവനുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ ചന്ദ്രഭാഗയും ശോഭനും കൂടി മുചുകുന്ദ മഹാരാജാവിൻ്റെ രാജ്യത്തിലേക്ക് വിരുന്നു വന്നു. അത് കാർത്തിക മാസത്തിലായിരുന്നു. കാർത്തിക മാസത്തിലെ രാമ അഥവാ രമ ഏകാദശിയുടെ സമയമായിരുന്നു അത്. രമ ഏകാദശിയുടെ തലേന്ന്, അതായത് ദശമിയുടെ അന്ന് രമ ഏകാദശി വ്രതം നോൽക്കാനുള്ള ആജ്ഞ മുചുകുന്ദ മഹാരാജാവ് പുറപ്പെടുവിക്കുന്നു. അതുകേട്ട് ശോഭൻ തൻ്റെ ഭാര്യയോട്, ഞാൻ എങ്ങനെ ഏകാദശി വ്രതം നോൽക്കാനാണെന്നും നോറ്റാൽ ഞാൻ മരിച്ചു പോകുമെന്നും പറയുന്നു. തൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിയുമായിരുന്ന ചന്ദ്രഭാഗ ശോഭനോട് തൻ്റെ പിതാവിൻ്റെ രാജ്യം വിട്ടു പോകാൻ പറയുന്നു. കാരണം തൻ്റെ പിതാവിൻ്റെ രാജ്യത്തുള്ള എല്ലാ ജീവജാലങ്ങളും ഏകാദശി വ്രതം അനുഷ്ഠിക്കണമെന്നത് നിയമമാണ്. അത് തെറ്റിക്കാൻ സാധിക്കില്ല എന്നും പറയുന്നു. അത് കേട്ട് ശോഭൻ എന്നാൽ എന്തു തന്നെയായാലും താനും ഏകാദശി വ്രതം നോൽക്കാൻ പോവുകയാണെന്നും എന്തും സംഭവിക്കട്ടെ എന്നും പറഞ്ഞ് രമ ഏകാദശി വ്രതം നോൽക്കുന്നു. ദശമിയുടെ അന്നു മുതൽ വ്രതം തുടങ്ങി ഏകാദശിയുടെ അന്നും ജലപാനം പോലുമില്ലാതെ വ്രതം നോറ്റതുകൊണ്ടും ഉറക്കമിളച്ചതുകൊണ്ടും ശോഭൻ മരണമടയുന്നു. അടുത്ത ദിവസം മുചുകുന്ദ മഹാരാജാവ് തൻ്റെ മരുമകൻ്റെ മരണാനന്തര കർമ്മങ്ങളെല്ലാം യഥാവിധി ചെയ്യുന്നു. അതിനുശേഷം ചന്ദ്രഭാഗ പിതാവിൻ്റെ കൂടെ തന്നെ താമസിച്ചു. എന്നാൽ രമ ഏകാദശി വ്രതം അനുഷ്ഠിച്ചതിനാൽ വിഷ്ണു ഭഗവാൻ അനുഗ്രഹിച്ചതുകൊണ്ട് ശോഭൻ പുനർജീവൻ ലഭിച്ച് മന്ധരാചൽ പർവ്വതത്തിൻ്റെ മുകളിൽ സ്വർഗതുല്യമായ ഒരു രാജ്യത്ത് സുഖമായി വസിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ഒരിക്കൽ മുചുകുന്ദൻ്റെ രാജ്യത്തു നിന്നും സോമശർമ്മ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ തീർത്ഥാടനത്തിന് പോയപ്പോൾ മന്ധരാചൽ പർവ്വതത്തിൽ വെച്ച് സ്വർഗതുല്യമായ രാജ്യത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി രാജ്യം ഭരിക്കുന്ന ശോഭനെ കാണുകയും വിവരങ്ങൾ തിരക്കുകയും ചെയ്തു. ഏറ്റവും വലിയ ഭക്തരായിരുന്ന മുചുകുന്ദിനും ചന്ദ്രഭാഗയ്ക്കും ഉള്ളതിനേക്കാൾ സൗഭാഗ്യം ലഭിക്കാനുള്ള കാരണം ആരായുന്നു. ശോഭൻ ബ്രാഹ്മണനെ യഥാവിധി സ്വീകരിച്ചിരുത്തി തനിക്ക് ഈ രാജ്യം രമ ഏകാദശി നോറ്റതിൻ്റെ ഫലമായി ലഭിച്ചതാണെന്നും
എന്നാൽ മനസ്സിൽ ആഗ്രഹിക്കാതെ തൻ്റെ ഭാര്യാപിതാവിൻ്റെ ആജ്ഞപ്രകാരം എടുത്ത ഏകാദശിയായതുകൊണ്ട് ഈ ഭാഗ്യങ്ങളൊന്നും സ്ഥിരമല്ല എന്നും പറയുന്നു. അപ്പോൾ ഇത് സ്ഥിരമാവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് സോമശർമ്മ ശോഭനോട് ചോദിക്കുന്നു. അതിന് മറുപടിയായി ശോഭൻ ഇങ്ങനെ പറയുന്നു: ചന്ദ്രഭാഗയ്ക്ക് ഇത് സ്ഥിരമാക്കാനുള്ള കഴിവുണ്ട്. കാരണം അവൾ എല്ലാ ഏകാദശി വ്രതങ്ങളും രമ ഏകാദശികളും വളരെ നിഷ്ഠയോടെ ഭക്തിയോടെ ആചരിച്ചിട്ടുള്ളതിൻ്റെ പുണ്യം കൊണ്ട് അവൾക്ക് ഇത് സ്ഥിരമാക്കാൻ സാധിക്കും എന്ന് പറയുന്നു. ഇത് കേട്ട ബ്രാഹ്മണൻ തിരിച്ചു വന്ന് ചന്ദ്രഭാഗയെ കണ്ട് വിവരങ്ങളെല്ലാം പറയുന്നു. ചന്ദ്രഭാഗ ആദ്യം അത് വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് എല്ലാ കാര്യങ്ങളും കേട്ടപ്പോൾ തൻ്റെ ഭർത്താവിനെ കാണാനുള്ള അതിയായ ആഗ്രഹത്താൽ സോമശർമ്മയുടെ കൂടെ ശോഭൻ്റെ രാജ്യത്തിലേക്ക് പോകുന്നു. അവിടെ മന്ദരാജൽ പർവ്വതത്തിൻ്റെ അടുത്തുള്ള വാമദേവൻ്റെ ആശ്രമത്തിലേക്ക് രണ്ടുപേരും ചെല്ലുന്നു. ഏകാദശി വ്രതങ്ങൾ നോറ്റ പുണ്യവതിയായ ചന്ദ്രഭാഗയെ വാമദേവ മഹർഷി മന്ത്രങ്ങളാലും പൂജകളാലും ഏകാദശി വ്രതത്തിൻ്റെ പുണ്യങ്ങളെല്ലാം ചേർത്ത് ഒരു ദിവ്യ സ്ത്രീയാക്കി മാറ്റി. അങ്ങനെ ചന്ദ്രഭാഗ ശോഭനെ കാണാൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെത്തുന്നു. തൻ്റെ പത്നിയെ കണ്ട ശോഭൻ വളരെ സ്നേഹപൂർവ്വം തൻ്റെ മുത്തും രത്നവും കൊണ്ടുള്ള തൻ്റെ സിംഹാസനത്തിൻ്റെ അരികിൽ തന്നോട് ചേർത്തിരുത്തി. സന്തോഷവതിയായ ചന്ദ്രഭാഗ വിഷ്ണു ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: തൻ്റെ കുട്ടിക്കാലം മുതൽ എല്ലാ ഏകാദശികളും നോറ്റ പുണ്യത്താൽ എൻ്റെ ഭർത്താവിന് അദ്ദേഹത്തിൻ്റെ ഈ രാജ്യവും സൗഭാഗ്യങ്ങളും സ്ഥിരമാക്കി വളരെ കാലം സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ സന്തുഷ്ടനായ വിഷ്ണു ഭഗവാൻ എല്ലാം സ്ഥിരമാക്കി രണ്ടുപേർക്കും സകല സൗഭാഗ്യങ്ങളോടും സന്തോഷത്തോടും കൂടി വളരെ കാലം ജീവിക്കാനുള്ള അനുഗ്രഹം നൽകുന്നു. രാമ അഥവാ രമ ഏകാദശി നോൽക്കുന്നവർക്ക് സർവ്വപാപവും നശിച്ച് എല്ലാ സൗഭാഗ്യങ്ങളോടും സന്തോഷത്തോടും കൂടി വളരെ കാലം ജീവിക്കാനുള്ള അനുഗ്രഹം ലഭിക്കുന്നു. രമ എന്നത് ലക്ഷ്മി ഭഗവതിയുടെ മറ്റൊരു പേരാണ്. അതുകൊണ്ട് രമ ഏകാദശി വ്രതം നോൽക്കുമ്പോൾ വിഷ്ണു ഭഗവാനോടൊപ്പം ലക്ഷ്മി ഭഗവതിയെയും കൂടി നമ്മൾ വ്രതം നോറ്റു പൂജിക്കുന്നു. ദീപാവലിക്ക് തൊട്ടു മുൻപുള്ള ഏകാദശി ആയതുകൊണ്ട് ദീപാവലി ദിവസം ലക്ഷ്മി കടാക്ഷം ലഭിക്കാൻ രമ ഏകാദശി വ്രതം കൂടുതൽ സഹായിക്കുന്നു. ദശമിയുടെ അന്നു മുതൽ പ്രഭാത സ്നാനം കഴിഞ്ഞ് ഒരിക്കലൂണായി വ്രതം ആരംഭിക്കണം. ഏകാദശിയുടെ അന്ന് ജലപാനം പോലുമില്ലാതെ വ്രതമനുഷ്ഠിക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക. പക്ഷേ അത് അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം. സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് വ്രതമെടുക്കാൻ ഒരു ഈശ്വരനും പറഞ്ഞിട്ടില്ല. കഴിയുന്നതുപോലെ പഴങ്ങളും ഇളനീരും കഴിച്ചോ മറ്റോ വ്രതം ആചരിക്കാം. ധാന്യങ്ങളും പയർവർഗ്ഗങ്ങളും ഒഴിവാക്കേണ്ടതാണ്. പകലുറക്കം, മത്സ്യമാംസാദികൾ, ലഹരി പദാർത്ഥങ്ങൾ എന്നിവ പാടെ ഒഴിവാക്കേണ്ടതാണ്. തുളസിയില ഏകാദശിക്ക് നുള്ളുവാൻ പാടില്ലാത്തതുകൊണ്ട് തലേ ദിവസം പകൽ തന്നെ ശേഖരിച്ചു വെക്കേണ്ടതാണ്. ഏകാദശി ദിവസം തുളസി പൂജ ചെയ്യുന്നത് വളരെയേറെ വിശേഷമാണ്. നല്ല ചിന്തകളോടും നല്ല പ്രവൃത്തികളോടും കൂടി വിഷ്ണു സഹസ്രനാമം തുടങ്ങിയ വിഷ്ണു സ്തോത്രങ്ങൾ എല്ലാം ചൊല്ലുന്നത് കൂടുതൽ ശ്രേയസ്കരമാണ്. ഹരിവാസരത്തിൽ പൂർണ്ണ ഉപവാസത്തോടെ ഭഗവത് നാമങ്ങൾ ജപിക്കണം. ആ സമയം ഭഗവത് സാമീപ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉള്ള സമയമാണ്. ആ സമയത്തെ പ്രാർത്ഥനകൾക്ക് മഹത്വവും ഫലസിദ്ധിയും കൂടും. ഏറ്റവും പ്രാധാന്യമേറിയ കാർത്തിക മാസത്തിൽ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് രമ ഏകാദശി. ഭഗവാൻ ശ്രീകൃഷ്ണന് ദിവസങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം ഏകാദശി ദിവസമാണ്. അത്രയ്ക്കും പ്രാധാന്യവും പുണ്യവുമുള്ള ദിവസമാണ് ഏകാദശി. പണ്ടുള്ള ജനങ്ങൾ ഏകാദശി, ദ്വാദശി, കാർത്തിക മാസം, മണ്ഡലകാലം, ദീപാവലി, തൃക്കാർത്തിക തുടങ്ങിയ വിശേഷ ദിനങ്ങളെല്ലാം വ്രതത്തോടെ നാമജപത്തോടെ വിശുദ്ധിയോടെ നോറ്റുപോന്നിരുന്നു. അന്നൊന്നും ഇത്രയും ദുഷ്കരമായ അവസ്ഥകളോ ദുഷ്കൃത്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കലികാലത്തിൽ ദോഷങ്ങളില്ലാതാകാൻ നാമജപവും വ്രതവും ധ്യാനവും ആണ് ഏറ്റവും ഉത്തമം എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. രാമ അഥവാ രമ ഏകാദശി തിഥി ഒക്ടോബർ 16 പകൽ 10:36 ആരംഭിച്ച് ഒക്ടോബർ 17 പകൽ 11:12 അവസാനിക്കുന്നു. ഒക്ടോബർ 18 രാവിലെ 6:29 മുതൽ 8:46 വരെയുള്ള സമയത്താണ് പാരണ വീടേണ്ടത്. ഒക്ടോബർ 17 അതിരാവിലെ 5 മണി മുതൽ ഒക്ടോബർ 17 വൈകിട്ട് 5:29 വരെയാണ് ഹരിവാസരം വരുന്നത്. വ്രതമനുഷ്ഠിക്കുമ്പോൾ ഉപവാസം അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ക്രമീകരിക്കേണ്ടതാണ്. വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞ സമയങ്ങളിൽ പ്രാദേശികമായ വ്യത്യാസങ്ങൾ കാണാം.
ഏകാദശി വ്രതം നിഷ്ഠയോടെ ആചരിച്ച് പാപമുക്തി നേടാൻ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ.